ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സദ്യകളിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഓലൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഓലൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഓലൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വൻപയറാണ്. അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണ് കേട്ടോ വൻപയർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അരക്കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു അളവിൽ മാത്രം നമുക്ക് ഓലൻ തയ്യാറാക്കുന്ന സമയത്ത് പയർ മതിയാവും. കൂടുതൽ അളവിൽ ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു കുമ്പളങ്ങയുടെ അളവിന് കൂടുതൽ വൻപയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം എത്രത്തോളം വെള്ളമുണ്ടോ അതെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരിലാണ്. ഇനി നമ്മുടെ ഈ പയർ വേകാനും മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ആ പയറിൽ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 4 വിസിലിടുകയാണ്. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ അളവാണ്. ഈ 4 വിസിലുകൊണ്ട് തന്നെ നമ്മുടെ ഈ പയർ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന്. ഇപ്പോൾ ഇതിൽ ഒരു 4 വിസിലോളം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലെ കംപ്ലീറ്റും പ്രഷർ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ ഈ പയറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ 4 വിസിലാണ് ഇടാറുള്ളത്. ആ 4 വിസിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 4 വിസിലൊന്ന് കുക്കറിലേക്ക് ഇട്ട് നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നുകൂടി വെക്കണം കേട്ടോ. എപ്പോഴും 4 വിസിലാണ് പയർ കറക്റ്റായിട്ട് വേകാനായിട്ടുള്ള ആ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് കുക്കറിൽ വേവിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ കുമ്പളങ്ങയും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കുമ്പളങ്ങ എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസാക്കി കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു അളവ് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ കുമ്പളങ്ങയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വെള്ളരിക്കയിലും തയ്യാറാക്കാറുണ്ട് ഓലൻ. അപ്പോൾ ഓലൻ എപ്പോഴും ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് കുമ്പളങ്ങയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കുമ്പളങ്ങ തന്നെ ചേർത്തേക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും കൂടിയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ആ എരിവെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുള്ളത്. അതും 2ാം തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അളവിൽ 2ാമത്തെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഈ ഒരു സമയം നമ്മുടെ ഈ കുമ്പളങ്ങയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുറഞ്ഞ അളവിൽ വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നീട് നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും പയറും എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരികയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് തേങ്ങാപ്പാൽ വറ്റിയും കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓലനിലുണ്ടായിരുന്ന ആ തേങ്ങാപ്പാലെല്ലാം ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനിയിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ കുമ്പളങ്ങയെല്ലാം വെന്തിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം.
കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒന്നാം തേങ്ങാപ്പാലും കൂടി. അരക്കപ്പ് അളവിലാണ് ഒന്നാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ആ ഒന്നാം തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തിളപ്പിക്കേണ്ട, ഇപ്പം തന്നെ നല്ലതുപോലെ ഒന്നാം പാലെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം തന്നെ ചെറിയ ചെറിയ കുമ്പളകളൊക്കെ വരികയാണ്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയുടെയും ഈ പച്ച കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് പിന്നീട് നമ്മുടെ ഓലനിന് കിട്ടുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നീട് നമുക്ക് ഇത് അടച്ച് വെക്കാവുന്നതാണ്. സെർവ് ചെയ്യാൻ സമയത്ത് പിന്നെ നമുക്ക് ഒന്ന് തുറന്നെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു ഓലനാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ അല്ലേ, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.